പേര് സൂചിപ്പിക്കുന്ന പോലെ ഷെയർ ട്രേഡിംഗ് എന്നാൽ ഷെയറിൽ ക്രയവിക്രയം നടത്തുന്നതാണ്. ഷെയറിൽ ട്രേഡ് ചെയ്യുന്നതാണ്. എന്നാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഷെയർ മാത്രമല്ല, ഓഹരികൾക്ക് പുറമേ കടപ്പത്രങ്ങൾ വാങ്ങിക്കാം. ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിലൂടെ സ്വർണം വാങ്ങിക്കാം. പക്ഷേ എങ്കിലും പ്രധാനമായിട്ടുള്ളതും ഓഹരി തന്നെയാണ്. അപ്പോൾ ഓഹരികൾ വാങ്ങുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള എക്സ്ചേഞ്ചാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആദ്യമായിട്ടൊരു കമ്പനി ഷെയർസ് പബ്ലിക്കിന് കൊടുക്കുന്നത് പണ്ടതിന് പബ്ലിക് ഇഷ്യൂസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ IPO ആണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. അങ്ങനെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ ഇഷ്യൂ ചെയ്ത ഷെയർസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നു. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലത്തെ പൊതുജനങ്ങൾക്ക് ഏത് ഷെയറും വേണമെങ്കിൽ വാങ്ങിക്കാം. അതിനുള്ള അവസരമാണ് ഷെയർ ട്രേഡിംഗ് നൽകുന്നത്. അതിനുള്ള അക്കൗണ്ടുകളെ കുറിച്ചിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം, 2 അക്കൗണ്ടുകൾ വേണം. ഒന്ന് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം, രണ്ടാമത്തത് ഡിമാറ്റ് അക്കൗണ്ട് വേണം. ട്രേഡിംഗ് അക്കൗണ്ട് വാങ്ങിക്കാനും വിൽക്കാനുള്ള അക്കൗണ്ടാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഈ വാങ്ങിയിട്ടുള്ള ഓഹരി കടപ്പത്രം ഏതാണെങ്കിൽ അത് ഇലക്ട്രോണിക് രൂപത്തിൽ, ഡീമെറ്റീരിയലൈസ്ഡ് രൂപത്തിൽ, അങ്ങനെയാണ് ഈ ഡിമാറ്റ് എന്നുള്ള പേര് വരുന്നത്. എല്ലാ സ്റ്റോക്ക് ബ്രോക്കേഴ്സും ഈ 2 അക്കൗണ്ട്സും ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യം നൽകുന്നില്ല. ചിലത് ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യത്തിൽ എപ്പോഴും നല്ലത് രിയോയത്തിനെ പോലെ ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ഒരുമിച്ച് നൽകുന്ന സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അക്കൗണ്ട് ഓപ്പണിംഗ് പണ്ടത്തെ മാതിരിയുള്ള വളരെ എളുപ്പമാണ്. ഇപ്പോൾ പാൻ നിർബന്ധമാണ്, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ, ഇൻകം ടാക്സിൻ്റെ. പിന്നെ അഡ്രസ് പ്രൂഫ്, ID പ്രൂഫ്, ആധാർ ഉണ്ടായാൽ മതി. 2 ഫോട്ടോഗ്രാഫ്സ്, അത്രയും മതി ഈ 2 അക്കൗണ്ടും തുടങ്ങാനായിട്ട്.